12 ദിവസം നീണ്ടുനിന്ന പ്രത്യാക്രമണങ്ങൾക്കൊടുവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഇസ്രായേലിലും ഇറാനിലുമുണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ ഉന്നത സൈനികരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ 610 പേർ കൊല്ലപ്പെട്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക്. 5000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലാണെങ്കിൽ 29 മരണം ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ കണക്ക് 3200-ഓളം വരും. ഇതിൽ ഏതാനും പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണുള്ളത്. യുദ്ധത്തിലെ ആളപായങ്ങൾ അങ്ങനെയാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളിലും തന്ത്രപ്രധാന മേഖലകളിലും ഉണ്ടായ നാശനഷ്ടങ്ങൾ മാരകമാണ്. ജൂൺ 13 മുതൽ ഇറാൻ ഇസ്രായേലിന് നേർക്ക് നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ രാജ്യത്ത് വലിയ നാശനഷ്ടങ്ങൾ വിതച്ചതായാണ് പുതിയൊരു റിപ്പോർട്ട് കാണിക്കുന്നത്. ഏകദേശം 1,00,000-ഓളം വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും തകർന്നതിനൊപ്പം ആയിരങ്ങൾ ഭവനരഹിതരായെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. വീടും കിടപ്പാടവും നഷ്ടപ്പെട്ട് പെരുവഴിയിലായ മനുഷ്യരെ സഹായിക്കാനായി വിവിധ സംഘങ്ങൾ കൂട്ട ധനസമാഹരണവും ആരംഭിച്ചിട്ടുണ്ട്. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ടെല്ലവീവ്, ഹൈഫ, ബീർഷബ, റിഷോൻ ലസിയോൺ, തമ്ര തുടങ്ങിയ നഗരങ്ങളിലാണ് ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ ഏറ്റവും വലിയ നോൺ പ്രോഫിറ്റ് സാമൂഹിക വായ്പാ സ്ഥാപനമായ ഓജൻ ക്രൗഡ് ഫണ്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാനെന്ന് പറഞ്ഞാണ് 100 മില്യൺ ഷെക്കൽ അഥവാ ഏകദേശം 250 കോടി രൂപയുടെ ധനസമാഹരണ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ജനജീവിതത്തെ താറുമാറാക്കിയതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ടെല്ലവീവിലെ കിറിയ കോമ്പൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനിക പ്രതിരോധ ആസ്ഥാനം, ബഹുനില കെട്ടിടങ്ങൾ, ബീർഷബയിലെ സൊറോക്ക മെഡിക്കൽ സെന്റർ, ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാല, റിഹോവോട്ടിലെ വീറ്റ്സ്മാൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കെട്ടിടങ്ങൾ എന്നിവയടക്കം നിരവധി പ്രധാന കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തമ്രയിൽ നടന്ന ഒരാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 4 വനിതകൾ ഉൾപ്പെടെ 28 പേർ കൊല്ലപ്പെട്ടു. മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം 3000-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പാർപ്പിടങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന 40,000-ഓളം കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലായിടത്തും ചാരമായ ബഹുനില കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. പൂർണ്ണമായി തകർന്നടിഞ്ഞില്ലെങ്കിലും കേടുപാടുകൾ സംഭവിച്ച കെട്ടിടങ്ങളും ഇതിന് പുറമെയാണ്. മൊത്തത്തിൽ 10,600 പേർ ഭവനരഹിതരായിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ ഭരണകൂടം നൽകുന്ന ഔദ്യോഗിക വിവരം. അനൌദ്യോഗികമായ കണക്കുകൾ അതിന് പുറമേയും വരും. ആകെ 550 ബാലിസ്റ്റിക് മിസൈലുകളും 1000-ഓളം ഡ്രോണുകളുമാണ് ഇറാൻ ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നാണ് ഇസ്രായേലിന്റെ നിഗമനം. ഇതിൽ 90% തകർത്തിട്ടെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, താഡ് ഉൾപ്പെടെയുള്ള അത്യാധുനികമായ എയർ ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം ഭേദിച്ച് നിരവധി മിസൈലുകൾ ഇസ്രായേൽ മണ്ണിലും പതിച്ചു. ജനവാസ മേഖലയിലുള്ള കെട്ടിടങ്ങൾക്ക് മേൽ 31 ബാലിസ്റ്റിക് മിസൈലുകളാണ് പതിച്ചതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദക്ഷിണ ഇസ്രായേലിലെ പവർ സ്റ്റേഷനും ഹൈഫയിലെ ഓയിൽ റിഫൈനറിയും സെൻട്രൽ ഇസ്രായേലിലെ സർവകലാശാലയും ഇതിൽ ഉൾപ്പെടും. എന്നാൽ ഡ്രോണുകളിൽ വലിയൊരു ശതമാനത്തിനും ഇസ്രായേൽ വ്യോമാതിർത്തി പോലും കടക്കാനായിട്ടില്ലെന്നാണ് IDF-ന്റെ അവകാശവാദം. 12 ദിവസത്തെ യുദ്ധത്തിലുടനീളം പൗരന്മാർക്കായി 21,000 അലേർട്ടുകൾ അയച്ചെന്നും IDF ഹോം ഫ്രണ്ട് കമാൻഡ് പറയുന്നു. ആക്രമണങ്ങൾ മൂലം നിരവധി ഇസ്രായേൽ നഗരങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചു. ബെൻഗൂരിയൻ വിമാനത്താവളം അടച്ചു പൂട്ടിയതിനാൽ വിദേശത്ത് കുടുങ്ങിയ 10,000-കണക്കിന് ഇസ്രായേലികൾക്ക് മടങ്ങി വരാൻ കഴിഞ്ഞില്ല. ഹൈഫ, ടെല്ലവീവ്, ജെറുസലേം തുടങ്ങിയ നഗരങ്ങളിലെ താമസക്കാർ ബോംബ് ഷെൽട്ടർ തികയാഞ്ഞിട്ട് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഗാരേജുകളിലും മറ്റ് താൽക്കാലിക സുരക്ഷാ കേന്ദ്രങ്ങളിലും അഭയം തേടുകയായിരുന്നു. ചിലയിടത്ത് ബോംബ് ഷെൽട്ടറുകൾ തകർന്നു മരണം റിപ്പോർട്ട് ചെയ്തത് സാധാരണ ജനങ്ങൾക്കിടയിൽ ആശങ്കയേറ്റി. യുദ്ധക്കെടുതികളുടെ വ്യാപ്തി കണക്കിലെടുത്താണ് ഇസ്രായേൽസ് ഫിനാൻഷ്യൽ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന പേരിൽ ഓജൻ വൻ ധനസമാഹരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. തമ്രയിലെ ആക്രമണത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ അവിടുത്തെ അറബ് ഇസ്രായേലി കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കാൻ ഓജൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയിരുന്നു. പുതിയ പദ്ധതിയിലൂടെ 85 മില്യൺ ഷെക്കലിന്റെ കുറഞ്ഞ പലിശ വായ്പകളും 15 മില്യൺ ഷെക്കലിന്റെ പലിശരഹിത വായ്പകളും വിതരണം ചെയ്യും. വീടുകൾ തകർന്നവർക്കും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നവർക്കും വരുമാന നഷ്ടം നേരിട്ടവർക്കും ഈ തുക ഉപകാരപ്പെടുമെന്നാണ് ഓജൻ പറയുന്നത്. ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ച ഹൈഫയിലും തമ്രയിലും കൂടുതൽ ദുരിതാശ്വാസ പദ്ധതികളും സംഘം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് സംഭാവന ക്ഷണിച്ചുകൊണ്ടുള്ള ധനസമാഹരണ പരസ്യങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങളിലെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതേസമയം ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ 2/3 നശിപ്പിക്കാനായിട്ടുണ്ടെന്നാണ് IDF അവകാശപ്പെടുന്നത്. യുദ്ധം ആരംഭിക്കും മുൻപ് 2,500 ബാലിസ്റ്റിക് മിസൈലുകളും 250 മിസൈൽ ലോഞ്ചറുകളും ഇറാന്റെ കയ്യിൽ ഉണ്ടെന്നായിരുന്നു ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം 1000-നടുത്ത് മിസൈലുകളെ ഇനി ബാക്കിയുള്ളൂവെന്നും IDF കരുതുന്നുണ്ട്. 150 മിസൈൽ ലോഞ്ചറുകൾ തകർക്കാനായെന്നും IDF-ന്റെ അവകാശവാദമുണ്ട്.